ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചോതി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. ചോതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ പ്രകാശമേറിയ നക്ഷത്രമാണ്. പൊതുവെ നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ്. അതേപോലെ നക്ഷത്രാധിപൻ രാഹുവാണ്, ദേവത വായുവാണ്. ഇപ്പം ഇവരുടെ വാളിന്റെ മൂർച്ച പോലെയും മുത്തുപോലെയുള്ള നക്ഷത്രമെന്നാണ് പറയുന്നത്. അതായത് ഒരു സൈഡിലെ മൂർച്ച ഷാർപ്പ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന്റെ ഒരു ഷാർപ്പ്നെസ്, അങ്ങനത്തെ ഒരു സ്വഭാവം, അത് പലപ്പോഴും ഇവർക്ക് ദോഷമായിട്ട് വരാറുണ്ട്. എളുപ്പം വരുന്ന ദേഷ്യം, അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പം രാഹുവും ശുക്രനും പവർഫുള്ളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള വരുമാനങ്ങളും കാര്യങ്ങളും കിട്ടുന്നതാണ്. പിന്നെ പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഷെയർ ട്രേഡിങ് പറ്റിയതേ അല്ല, ഒരു കാരണവശാലും ചെയ്യരുത്. ഷെയർ ട്രേഡ് ചെയ്താൽ പൈസ പോയിരിക്കും. ഇത് അടുത്തത് ഇപ്പം നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ സ്വാതി തിരുനാൾ തന്നെ ഈ ഒരു നക്ഷത്രത്തിൽപ്പെട്ടാണ്. അതേമാതിരി നമ്മുടെ ചാർലി ചാപ്ലിൻ, നല്ല സൗന്ദര്യവും നല്ല അഴകും ആ കലാപരമായിട്ടുള്ള കഴിവ് അങ്ങനെയുള്ള ആൾക്കാരാണ്. പൊതുവെ ഈ നക്ഷത്രക്കാരാണ് തൃപ്തിയാകുമെന്ന് ത്യാഗം ചെയ്യുന്ന നക്ഷത്രം. അതായത് ആരെങ്കിലും ഇവരുടെ കൂടെ ഫ്രണ്ട്സോ കാര്യം ഉണ്ടെന്നൊരു അവരെ ഇവർ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റിയാണ്. ഹെൽപ്പിംഗ് മെന്റാലിറ്റിയുള്ള, സഹായിക്കണമെന്നുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരു സ്റ്റാറാണ് ഇവര്. പക്ഷെ ഇവരുടെ ഈ ഒരു പിന്നെ വളരെ എന്താ പറയുന്നത്, നമുക്ക് ഒത്തിരി ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നല്ല ഫ്രീഡം വേണം. പിന്നെ ഇവരെ പൊതുവെ തന്നെ നല്ല പെരുമാറ്റമാണ്. പിന്നെ എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നതാണ്, പെർഫെക്ഷന്. അതുകൂടാതെ ഇപ്പം ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഒരു 30 വയസ്സ് കഴിയുമ്പോഴേ തന്നെ ഇവർക്കൊരു ആത്മീയമായിട്ടുള്ള, അല്ലാന്നൊരു ആൾക്കാർ ദാനാർമ്മം കൊടുക്കുക, അല്ല ചാരിറ്റബിളായിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു ചേഞ്ച് ഒരു കാണാറുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ ഇവരൊരു ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു, ഇപ്പം പൊതുവേ സൗമ്യനാണ്, പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് പലപ്പോഴും വരെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാറ്. ചോതി നക്ഷത്രത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ തുലാരാശിയിലാണല്ലോ. തുലാരാശി ഇപ്പം ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പാദം 1 മുതൽ നോക്കാം. പാദം 1 എന്ന് പറഞ്ഞാൽ 186 ഡിഗ്രി മുതൽ 196 ഡിഗ്രി വരെ വരുന്നത്. നവാംശം ധനു നവാംശം. അതേമാതിരി ഇതിന്റെ ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. അപ്പം നല്ല ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവരുടെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പാദം 2 P2. അപ്പൊ അത് 190 മുതൽ 193 ഡിഗ്രി .2 ഉണ്ട്. അപ്പൊ ആ 2 ചില്ലറകളിലും പറഞ്ഞു വിടുന്നില്ല, അപ്രോക്സിമേറ്റ് പറഞ്ഞു വിടുവാണ്. ഇതിപ്പം ശനിയാണ് ഭരിക്കുന്ന ഗ്രഹം. അപ്പം ഇതിന്റെ നവാംശം D9 എന്ന് പറയുന്ന മകരമാണ്. സ്വഭാവം സ്ഥിരത എന്നാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള സ്വഭാവം അതാണ്. അപ്പം പാദം 3 എന്ന് പറഞ്ഞാൽ തുലാൻ രാശി പാദം 190 മുതൽ 196 വരെയാണ് ഇവർക്ക്. അപ്പൊ ഭരിക്കുന്ന ഗ്രഹം ശനിയാണ്. D9 കുംഭം. അവർക്ക് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ പഠനമാണ്. എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി കണ്ടു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള, അതായത് അതേപ്പറ്റി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം ഗവേഷണം നടത്തി അതിലൂടെ പെർഫെക്ഷനോട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാതെ ഈ കുത്തിയിരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, അതേപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനും എടുക്കാനും ഉള്ള ഒരു ശ്രമം കാര്യം. അതേമാതിരി പാദം 4 196 മുതൽ 200 ഡിഗ്രി വരെയാണ് പാദം 4. ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. നവാംശം D9 മീനൻ രാശിയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ അഗ്നിതത്വമാണ്. അപ്പം പൊതുവെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചോദ്യ നാളുകാരെ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവന്റെ അമ്പലത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ സപ്പോസ് ഇപ്പൊ തിരുപ്പതി ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അവിടെ പോയിക്കൂടാ. 2-3 മാസം കഴിയുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് ദോഷമോ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു സിദ്ധാന്തമുണ്ട്. അത് ചിലരുടെ അനുഭവത്തിലുള്ള. എന്തായാലും ശിവന്റെ അമ്പലത്തിൽ ഈ ആൾക്കാർ അധികം പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി അമ്പലങ്ങളിലൊക്കെ പോകാം. അപ്പം അത് വേറെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷനാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇവര് ഇപ്പൊ അതുപോലെ ഭൈരവനെ ആരാധിക്കുന്നതല്ലാണ്, വായു ഭഗവാനെ അല്ലെന്ന രീതിയിൽ ഹനുമാനെ ആരാധിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഇവർക്ക് പിന്നെ അലർജിയുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു സരസ്വതിയെ, ദുർഗാദേവി തുടങ്ങിയ ദൈവങ്ങളെ ഇവർക്ക് പൂജിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ പറഞ്ഞാൽ ഇവരുടെ ശനിയുടെ കാര്യം പറഞ്ഞാൽ, ശനി എന്ന് പറഞ്ഞാൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. പിന്നെ ഇവരുടെ കാല് നോക്കിക്കഴിഞ്ഞാൽ കാൽപാദത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവിച്ചൊരു വലിയ കാൽപാദത്തിന്റെ ആയിട്ടുള്ള. പിന്നെ ഇവർ ശർക്കര ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഇതിന്റെ മൃഗം എന്ന് പറഞ്ഞാൽ യമന്റെ മൃഗമാണ് പോത്താണ് ഇതിന്റെ മൃഗം. അതേപോലെ
എന്താ പറയുക, നമ്മുടെ ത്രിപുരസുന്ദരി യന്ത്രം ഇവർ ധരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഡയറക്ഷൻ പടിഞ്ഞാറാണ്. പിന്നെ മന്ദാരം, അരളിപ്പൂവ്, 8 മുഖമുള്ള രുദ്രാക്ഷമ, പിന്നെ താമരപ്പൂവ്, ചുറ്റുവിളക്ക്, പിന്നെ വെളിച്ചം ബൾബ്, ജ്യോതി, അടുപ്പ്, പിന്നെ എരുമയുടെ പാല്, ഗ്യാസ് സിലിണ്ടർ, സിഗരറ്റ് ലൈറ്റർ, മുറുക്ക്, ജിലേബി, പിന്നെ മാട്രസ്, ബെഡ്, പിന്നെ ബെഡ്ഷീറ്റ്, പിന്നെ പില്ലോയ്, പിന്നെ സ്പ്രിങ് ആക്ഷന്, ഇങ്ങനെയൊക്കെയുള്ള ഈ ചോദ്യങ്ങൾ ഇതുമായിട്ടുള്ള റേഡിയേഷനിൽപ്പെട്ടതാണ്. അതേമാതിരി ഇപ്പോൾ എന്താ പറയുന്നത്, കുടമ, പിന്നെ മെഴുകുതിരി, ഉഴുന്നുവട, തയ്യൽ മെഷീന്, സൂചി, നൂല്, വിറക്, പിന്നെ കൊഞ്ച് പേർക്ക് ഇഷ്ടമായിരിക്കും, കൊഞ്ച് പ്രവർത്തനം. പിന്നെ അതുപോലെ ബേക്കറി ആയിട്ട് ഇഷ്ടമായിരിക്കും. പിന്നെ ബാത്റൂം, ബസ് സ്റ്റാൻഡ്, പിന്നെ തേന്, ഇവരുടെ അടുത്ത് ജീവിക്കുന്നിടത്ത് ചിലപ്പോൾ തേനീച്ചയൊക്കെ കൊണ്ട് കൂട് വെക്കുന്നതാണ്. സിനിമ തിയേറ്റർ, അതേമാതിരി അഭിനയം ഇഷ്ടമാണ്. ഇപ്പം ചാർലി ചാപ്ലിൻ്റെ കാര്യം പറഞ്ഞില്ല, അതേമാതിരി തേനീച്ച, തേൾ വിഷം, അങ്ങനെ ഇരുട്ട്, പിന്നെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഇവർക്ക്. പിന്നെ നല്ല സുഖസുന്ദരനായിട്ടിരിക്കുന്ന നല്ല സുഖലോലുപനായിട്ടിരിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഊറ്റി കുടിക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ എപ്പോഴും ഈ വൃക്ഷത്തിൻ്റെ ചില്ലമാര്, ട്രീയുടെ ബ്രാഞ്ച് മാതിരിയാണ്. ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഓടി നടന്നിട്ട് ജോലി ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവം, മരച്ചില്ല പോലെ. അതാണ് മദ്യം, മയക്കുമരുന്ന്, ഇതൊക്കെ ഈ ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്. താമരയുടെ നൂല്, പരുത്തി തുണി, പിന്നെ യാഗം, പിന്നെ യമന്റെ വാഹനം, ലക്ഷ്മിയുടെ കിരീടം, ചന്ദ്രന്റെ വെളിച്ചം, അലങ്കാരം, ആഡംബരം, ഉപദേശം, അങ്ങനെയൊക്കെ ഉള്ളത് ഈ ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് അതിനെ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലിയിൽ ടീച്ചിങ് പ്രൊഫഷനുമായിട്ടുള്ള ആരെങ്കിലും ഫാമിലിയിൽ ഒരാളെന്നല്ല, ടീച്ചിങ് പ്രൊഫഷനുമായിട്ടുള്ള ആൾക്കാർ കണ്ടിരിക്കും. അതേമാതിരി ഇവരുടെ വീട്ടിൽ ഒരു അലർജിയോ ചെറിയ ശ്വാസം മുട്ടലോ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അതുപോലെ ഇത് കൂടെ ഇപ്പം നിബും ഈ ഫിൽട്ടർ പേന, ഇങ്ക്, അങ്ങനെയുള്ളതും ഈ ഒരു റേഡിയേഷനിൽപ്പെട്ട ഇതാണ്. പിന്നെ ഇവരുടെ ഫാമിലി ആരും ഡോക്ടർമാരെ ബന്ധപ്പെട്ട എന്തെങ്കിലും ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ അച്ഛൻ്റെ സ്നേഹം പൊതുവെ ഇവർക്ക് കുറവായിരിക്കും. അമ്മൂമ്മയുടെയും അപ്പാപ്പൻ്റെയും ഒക്കെ ഉള്ള സ്നേഹം ഇവർക്ക് കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വിദേശ യാത്ര, സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന അങ്ങനെ താല്പര്യമുള്ളവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ എവിടെ ജോലി ചെയ്താലും ജോലിക്ക് ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇവരെ പൊതുവേ കാണാറുണ്ട്. അപ്പോൾ അതൊന്നും സംസാരത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ശരീരം നല്ലപോലെ നോക്കുന്ന ആൾക്കാരാണ് ഇവർ, നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ്, നല്ല സ്നേഹം, അതേമാതിരി ഇവരോട് നല്ല സ്നേഹം അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചും അവർ അങ്ങനെ തന്നെ അതേപോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ പൊതുവെ ഇവർക്ക് ഫ്രണ്ട്സ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഇപ്പം ഫ്രണ്ട്സ് കുറവാണ്. അപ്പം ഈ സ്വാതി ഇരുന്നാളും ഈ രാശിയിലാണെന്ന് പറഞ്ഞില്ല. അതുപോലെ ഇവരുടെ അച്ഛൻ്റെ സ്വത്തുക്കളുമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇവരുടെ. അപ്പം അതെ. പിന്നെ 35-36 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നല്ല ഉയർച്ചയും കാര്യങ്ങളും ആണ് പൊതുവെ കണ്ടുവരുന്നത്. പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് പൊതുവെ പയ്യായിരിക്കും. പിന്നെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നല്ല ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയാണ്. സ്വന്തമായിട്ട് എപ്പോഴേലും വീട് വെക്കുന്നത് ടീ റോഡ് മാതിരി, ഒരു ടീ മാതിരി ഇരിക്കുന്ന റോഡിൻ്റെ അടുത്തായിരിക്കും ഒരു വീട് വെക്കുന്നത്. പിന്നെ നല്ല ഐഡിയ ഉള്ള ആൾക്കാരുടെ മുമ്പിൽ തോൽക്കാൻ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറല്ല. പിന്നെ സ്വാതന്ത്ര്യം ഒരുപാട് വേണമെന്നുള്ള ആഗ്രഹിക്കുന്നതാണ്. പിന്നെ റിസർച്ച് ചെയ്യാനോ അല്ല ജീവിതകാലം മുഴുവൻ ഇങ്ങനെ എന്തെങ്കിലും റിസർച്ചോ കാര്യങ്ങളോ ചെയ്തുകൊണ്ടിരിക്കാൻ വളരെ താല്പര്യമുള്ള നാളുകളാണ് ഇവർ പൊതുവെ. അതേമാതിരി ചില ആൾക്കാർ അതങ്ങനല്ല, ചില ആൾക്കാർ ചില ഗുണ്ടായുസം കാണിക്കുന്ന ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടുവരാം. പിന്നെ 35 വയസ്സ് കഴിഞ്ഞാൽ പൊതുവെ പെൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്ക് ചിലപ്പോൾ വയറ്റിൽ എന്തെങ്കിലും ചെറിയ ഗ്യാസ് ട്രബിളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത പൊതുവെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിപ്പം ഒരു ഷോൾഡറിനോ അല്ലെ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പിന്നെ ചില ആൾക്കാർ ഇപ്പം പറയാറുണ്ട്, എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ഇതാണ്, അത് ഉറക്കം കൂടുതൽ വേണ്ടി അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമുള്ളതാണ്. പിന്നെ ഇവർക്കിപ്പോൾ എന്താ പറഞ്ഞാൽ പലർക്കും ബിസിനസിൻ്റെ കാര്യം പറഞ്ഞു, ബിസിനസ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ കാക്കിയിട്ട ആൾക്കാർ ആരെങ്കിലും ഒക്കെ വീട്ടിൽ കാണാൻ, കാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോബ് വീട്ടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായാലും വീട്ടിൽ കാണും. ഫാമിലിയിൽ
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണും. പിന്നെ ഈ പൊതുവെ ഇപ്പം ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് കുറവാണെന്ന് പറഞ്ഞു. അതേമാതിരി വീടിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നല്ല തേനീച്ചയുടെ കൂട് വെക്കുന്ന, അല്ല തേനീച്ച ഹണി ബീ വന്ന് കൂട് വെക്കുന്ന, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു, കാരണം ഇവരുടെ റേഡിയേഷനിൽ പെട്ടാണ് ഹണി അങ്ങനെയുള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ ശുക്രൻ്റെ കർമ്മ ആയതുകൊണ്ട് ഇവർക്ക് വെള്ളിയും സ്വർണ്ണമൊക്കെ ഇഷ്ടമാണ്. പിന്നെ കടൽ തീരത്ത് പോയിട്ട് ഇരിക്കുന്നത് നല്ലതാണ്. പൊതുവെ അവർക്ക് നല്ലൊരു മനസ്സ് ശാന്തമായിട്ടിരിക്കും. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവർക്ക് എന്താ പറയുന്നത്, ചില ഇരിക്കുന്നതുകൊണ്ട് വാളിൻ്റെയും പൂവിൻ്റെയും കൂടെയുള്ള ഷേപ്പ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്റ്റാർ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, ചില ആവശ്യമില്ലാതെ ചില കാര്യത്തെ ഇറിറ്റേറ്റ് ചെയ്ത് ആൾക്കാരെ ചിലപ്പോൾ ഇറിറ്റേറ്റ് ആക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവരങ്ങ് തണുത്ത് കഴിഞ്ഞിട്ട് എന്താ അത് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ കാണാറുണ്ട്. പിന്നെ ഇത് ഗൃഹപ്രവേശത്തിന് നല്ല ഒരു നാളാണ്. പിന്നെ പഠനം തുടങ്ങാൻ വേണ്ടി ഈ നാൾ സെലക്ട് ചെയ്യാൻ നല്ലതാണ്. അതേമാതിരി ഇവർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രം എന്നുണ്ടെങ്കിൽ അനിഴം, മൂലം, ഉത്രാട, അശ്വതി, കാർത്തിക, ഉത്രട്ടാതി, പൂയം, മകം, ഉത്രം. ഒന്നുകൂടെ പറയാം. തിന്മ ചെയ്യുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ അനിഴം, മൂലം, ഉത്രാടം, അശ്വതി, കാർത്തിക, ഉത്രട്ടാതി, പൂയം, മകം, ഉത്രം. അതേമാതിരി ഇവർക്ക് നല്ല നക്ഷത്രം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ വിശാഖം, പൂരാടം, രേവതി, ഭരണി, രോഹിണി, പൂരം, തിരുവാതിര, പുണർന്നം, ചിത്തിര, അത്തം മുതലായവയാണ്. ഒന്നുകൂടെ പറയാം. നന്മ ചെയ്യുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ വിശാഖം, പൂരാടം, രേവതി, ഭരണി, രോഹിണി, പിന്നെ തിരുവാതിര, പുണർന്നം, അത്തം, ചിത്തിര. അപ്പോൾ ഇതൊക്കെയാണ് ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ. പിന്നെ നമ്മുടെ ഇത് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്കിപ്പോൾ അപ്പോൾ ഇനി 28 ഇപ്പം സാധാരണ ഈ ഒരു അസ്ട്രോളജി പ്രകാരം പറയുന്ന ഒരുമാതിരിയല്ല നിങ്ങൾ നോക്കി കേരളത്തിൽ എത്ര അസ്ട്രോളജേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നേരെ ഇതിൻ്റെ വീഡിയോയുടെ ദൈർഘ്യം അതിക്രമിച്ച് പോകുന്നതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നില്ല. എന്നിട്ടും നോക്കി ഒരുപാട് കാര്യങ്ങൾ അടിച്ചു വിട്ടിട്ടാണ് പോകുന്നത്, സ്പീഡിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇവരുടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാദം 1, 2, 3, 4 എല്ലാം പറഞ്ഞല്ലോ. അതിലും നമുക്ക് പിന്നെ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇപ്പം നമ്മുടെ ജന്മത്തിൽ ജനിക്കുന്ന ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഇപ്പോൾ ഡിഷാൻറ്റിൻ്റെ മാതിരിയാണ് ഇവിടെ സൂര്യനും ചന്ദ്രനും പ്രവർത്തിക്കുന്നത്. പിന്നെ ഭൂമിയാണ് ലഗ്നം. അതായത് നമ്മുടെ ആത്മാവ്, അങ്ങനെ ഒരു 3 ആംഗിളിലാണ് പ്രകൃതി മൊത്തം എന്ന് പറയുന്നത്. 3. ഇപ്പം ഇത് നമ്മുടെ ഇതെന്നാണ് എം തിയറി. അതും എം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നക്ഷത്രങ്ങൾ പോലെ ഒരു ഡയമണ്ട് മാതിരി ഇത് 3 ഒരു ആംഗിളിൽ നിന്ന് ഒരിടത്ത് നിന്ന് അവിടെ താഴെ ഒരെണ്ണം മേളിലാണ്. പിന്നെ അങ്ങനെ ഒരു 3-4 നക്ഷത്രം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആയില്ല. എത്ര ഇതായി 3-4 ഡയമണ്ട് മാതിരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആയില്ല. അങ്ങനെ ഈ പ്രകൃതിയിലെന്ന് പറഞ്ഞാൽ ഈ 3ന്റെ വലിയൊരു കണക്കുണ്ട്, 369 തിയറി മാതിരി. അപ്പം ഇത് പറഞ്ഞു തന്നെ. അപ്പം ഇതിൽ സൂര്യന് അച്ഛനായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ചന്ദ്രനെ എന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പം അശ്വതി അല്ലല്ലോ നമ്മുടെ ഇതിപ്പം ഈ നാളാണെന്നല്ലോ ചോദ്യനാളിൽ നമ്മളിപ്പോൾ ജനിക്കുന്നു. ചോദ്യനാളിൽ ജനിക്കുമ്പം നമ്മൾ ചോദ്യം എന്ന് പറയുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിലോട്ട് ഒരു ഡിഷാൻറ്റിനെ മാതിരി സൂര്യൻ്റെ ചന്ദ്രൻ്റെ ഒരു റേഡിയേഷൻ വരും. അപ്പം ആ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഡിയേഷന് ഈ സ്റ്റാറിന് കിട്ടും. അപ്പം നമ്മൾ ഭൂമിയിൽ പിറവി എടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു ബർത്തായി കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് കരച്ചിൽ വരും. അപ്പോൾ ആ കരച്ചിൽ പിടിക്കുമ്പോഴാണ് നമുക്ക് ശ്വാസം, അപ്പോൾ ആദ്യം പ്രാണവായു എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാണവായു എടുക്കുന്നത് മുതൽ നമ്മുടെ ലൈഫ് തുടങ്ങുവാണ്. അപ്പോൾ അവിടെ ആ ചുറ്റുപാടുള്ള ഈ ഗ്രഹങ്ങളെ അതും ബന്ധപ്പെട്ട ഈ സ്റ്റാറാണ് നമ്മളെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള പല സ്വഭാവ രൂപീകരണവും ഈ ലോകത്ത് ജനിക്കുന്ന ഈ എല്ലാ മനുഷ്യർക്കും ഈ 108 സ്റ്റാറുമായിട്ടുള്ള പല ബന്ധങ്ങളും കാര്യങ്ങളും കണക്ഷനും എല്ലാം ഉണ്ട്, റേഡിയേഷനും ഉണ്ട്. അതേസമയം ഇത് ഒന്നും മനസ്സിലാക്കുക, ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വർഗ്ഗചക്രങ്ങളുണ്ട്, 2000-ൽ കൂടുതൽ വർഗ്ഗചക്രങ്ങളുണ്ട്. ഇതിനകത്ത് ഓരോന്നും പോകുമ്പോൾ ഇപ്പോൾ ഓരോ 2 മിനിറ്റിലും അതിനകത്ത് 2 മുതൽ 3 മിനിറ്റിനകത്ത് ആൾക്കാരുടെ സ്വഭാവവും കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ ഇരട്ടകളായിട്ട് ജനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് വർഗ്ഗചക്രങ്ങൾ. 2000-ൽ കൂടുതൽ വർഗ്ഗചക്രങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ ഇപ്പോൾ 12 രാശികളെ ഇപ്പോൾ 12 മാസങ്ങളെന്ന് കണക്കാക്കിക്കോ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരെ നോക്കി. ഈ ലോകത്ത് ഒരുപാട് ഇപ്പം മുസ്ലിംസിൻ്റെ ഉണ്ട്. അതേമാതിരി എല്ലാം ഭൂമി ഉരുണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ പൊതുവെ ഒരു തിയറി ഉണ്ട്. ഇപ്പം മായൻ സംസ്കാരം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ, അല്ലെന്നൊരു നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ, അല്ലെന്നൊരു അങ്ങനെ പിന്നെ എന്താ പറയുക നമ്മുടെ
റോമിൻ്റെ ഇത് ഒരുപാട് പിന്നെ ഗ്രീക്ക് മിത്തോളജി ഒത്തിരി പറയാനുണ്ട്. പിന്നെ എന്ത് പറയാൻ നമ്മുടെ അത് പിന്നെ കാട് കയറുക. അപ്പം ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ലോകമാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സിമ്പിളായിട്ട് ഇതിനെ തള്ളിക്കളയാൻ, അപ്പം നമ്മളെ ആ ഒരു ക്യാരക്ടർ ഓരോ ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഈ സബ്ജക്റ്റ് താല്പര്യം ഉണ്ടെന്ന വരിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഓരോ ആൾക്കാരും ഇതേപ്പറ്റി വിശദമായിട്ടുള്ള നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ വെച്ചിട്ട് ഓരോ ആൾക്കാരുടെയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ കുട്ടികളെ അല്ലെ എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, അല്ലെ അവർക്ക് നമ്മുടെ ഫാമിലിയിൽ നമുക്ക് വരാനുള്ള അസുഖങ്ങൾ എന്തൊക്കെ ചാൻസ് ഉണ്ട്. എല്ലാം ഞാൻ മെഡിക്കൽ അസ്ട്രോളജിയുടെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് 1 മിനിറ്റ് വീഡിയോ ആണ്. പിന്നെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഓരോ രാശിയിൽ, അതായത് ഈ ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന ആ ഒരു ലഗ്നം ഇരിക്കുന്ന ഈ ചന്ദ്രന്റെ റേഡിയേഷൻ അനുസരിച്ചാണ്. ചന്ദ്രൻ ഇരിക്കുന്ന എവിടെയാണെന്നോ അതിന്റെ ആ ഒരു റേഡിയേഷൻ അനുസരിച്ച്. അപ്പം നമ്മൾ ഇരിക്കുന്ന ആകാശത്തിൽ കാണുന്ന മാതിരിയുള്ള അല്ല. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സ്കൈ മാപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കുക. സ്കൈ മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ എവിടെ നമ്മൾ നിൽക്കുന്ന ഏത് ഗ്രഹങ്ങളാണ് നമ്മുടെ അടുത്തുള്ള എത്ര ആംഗിളിലാണ് അതിൻ്റെ ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ഇത് നോക്കുക. നമ്മുടെ ഈ എന്താ പറയുന്നത്, നമ്മുടെ ഈ മോഡേൺ ആയിട്ടുള്ള പല ഇത് കണ്ടുപിടുത്തങ്ങളും എല്ലാം ഈ അടുത്ത കാലത്താണ് വന്നത്. ഇതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല ആചാര്യന്മാരും ഇതേപ്പറ്റി, ഇത് ഇന്ത്യ മാത്രമല്ല വെളിയിലും പല സ്ഥലത്തും ഇതേപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗ്രഹങ്ങളെ പറ്റി, ഗ്രഹങ്ങൾ മനുഷ്യനെ ഇതായിരിക്കുന്ന അന്ന് ടെലസ്കോപ്പും കാര്യങ്ങളും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ തപശക്തിയും അതും ഇതും കൊണ്ട് വർഷങ്ങളായിട്ട് കിട്ടിയതാണ്. അപ്പം നിങ്ങൾ ഒരു സയൻസിനെ തള്ളിക്കളയല്ല. പിന്നെ ഒരു സയൻസ് അല്ല അവിടെ തെറ്റ്, ഒരു ശാസ്ത്രം പറയുന്ന ആൾക്കാരാണ് കാര്യങ്ങളെ തെറ്റിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടമാണെന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അസ്ട്രോളജി, ന്യൂമറോളജി, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചപക്ഷി ശാസ്ത്രം, അല്ലെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജി, പിന്നെ ലാൽ കിതാബ്, KP അസ്ട്രോളജി, അല്ലെങ്കിൽ ബൃഹനാടി, നക്ഷത്രനാടി, അതേമാതിരി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അല്ല മൊബൈൽ ന്യൂമറോളജി ഇതുമാതിരി എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോ ഇതിനകത്ത് ലിങ്ക് കൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും നോക്കാനോ എടുക്കാനോ അപ്പോയിൻമെൻറ്റ് അങ്ങനെ വേണ്ടുന്ന ആൾക്കാരുണ്ടെന്ന് വരില്ല, അതിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.